ഇന്നൊരു ചക്കയുടെ ഉണ്ടാക്കിയാലോ? അപ്പൊ കഴിഞ്ഞ സത്തിച്ച് കൊണ്ടുവന്നേല് കുറച്ച് ചക്ക എടുത്തിട്ട് പഴുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കിയാൽ ഇത്രയ്ക്ക് ടേസ്റ്റ് പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പൊ പഴുത്ത ചക്കയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആണ്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ്. അതും സെറ്റ് ആക്കിയിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് ചൂടാറിയതിനു ശേഷം ഒന്ന് അരിച്ചെടുക്കുക. പിന്നെ നമ്മൾ ആദ്യം ഗ്രൈൻഡ് ചെയ്ത് വെച്ചതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് ശർക്കരപ്പാനി ഊറ്റി ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് അരിപ്പൊടിയും ശർക്കരപ്പാനിയും കൂടെ മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ഡെക്കറേഷനും അതുപോലെ തന്നെ രുചിയും കൂട്ടാൻ വേണ്ടി പച്ച വെളിച്ചെണ്ണയിൽ തേങ്ങാക്കൊത്തും കൂടെ വറുത്ത് കോരിയിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ചക്കയുടെ ആണെങ്കിലും ഉടുപ്പൊക്കെ വേണമല്ലോ. അപ്പൊ നമ്മൾ ഇതിന് വേണ്ടി ഇടനില എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ഉണ്ട ഉണ്ടാക്കി ഒന്ന് പരത്തി വെച്ച് അത് പിന്നെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചൊന്ന് ആവി കയറ്റെടുക്കുക. നല്ല ചൂടോടുകൂടി കഴിക്കുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ്. പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ചൂടാറിയാലും ചൂടുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആണ്, ഒരുപോലെ ഫീൽ ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട്